പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വൻ സുരക്ഷയിലായിരുന്നു. ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് നടന്ന സംഭവങ്ങൾ പ്രതി പോലീസിനോട് വിശദീകരിച്ചത്. ഉച്ചയ്ക്ക് 12:30ഓടെയാണ് ചെന്താമരയെ വൻ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടെ കൊലപാതകം നടന്ന നെന്മാറ പോത്തുണ്ടിയിൽ എത്തിച്ചത്. ആദ്യം സുധാകരനെ കൊലപ്പെടുത്തിയ സ്ഥലത്തേക്കാണ് പ്രതിയെ എത്തിച്ചത്. ഇവിടെ വെച്ച് സുധാകരനെ കൊലപ്പെടുത്തിയ രീതി പ്രതി പോലീസിനോട് വിശദീകരിച്ചു. ഈ സമയം വീടിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്ന സുധാകരന്റെ അമ്മ ലക്ഷ്മി തനിക്കുനേരെ ആക്രോശിച്ചു വന്നപ്പോൾ അവരെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ചെന്താമരയുടെ വീടിനകത്തേക്ക് കയറി തെളിവെടുപ്പ് തുടർന്നു. കൊല നടത്താൻ ഉപയോഗിച്ച ആയുധം സൂക്ഷിച്ച സ്ഥലം ചെന്താമര കാണിച്ചു കൊടുത്തു. ഇതിനുശേഷം പ്രതി വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട വഴികളിലൂടെയും തെളിവെടുപ്പ്. ഇതിനിടെ തന്റെ മൊബൈൽ ഫോണും സിമ്മും ഉപേക്ഷിച്ച സ്ഥലം ചെന്താമര പോലീസിന് കാണിച്ചു കൊടുത്തു. ശേഷം പ്രതിയുമായി വയലിന്റെ മധ്യഭാഗത്തേക്ക് ഇറങ്ങിയ പോലീസ് ഇവിടെ നിന്ന് വനമേഖലയിലേക്ക് കടന്ന രീതി പ്രതിയോട് ചോദിച്ചറിഞ്ഞു. ഈ സമയം അത്രയും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെയായിരുന്നു പ്രതിയുടെ പെരുമാറ്റം. വൻ സുരക്ഷയോടെയായിരുന്നു തെളിവെടുപ്പ്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പോത്തുണ്ടി മുതൽ ബോയൻ നഗർ വരെ 400ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരുന്നത്. ഡ്രോൺ നിരീക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു. രാവിലെയാണ് ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. നാളെ വൈകിട്ട് 3 മണിവരെയാണ് കസ്റ്റഡി. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.